കോഴിക്കോട് ജില്ലയിൽ വ്യാപക ലഹരി പരിശോധന 4 ദിവസത്തിനിടെ 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വ്യാപനം തടയാൻ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് വ്യാപക പരിശോധന തുടരുന്നു. ജില്ലയിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. സ്കൂളുകളുടെ 500 മീറ്റർ ചുറ്റളവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ജില്ലാതല ഉദ്ഘാടനം ലയോള സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ അവബോധം വളർത്താൻ വിദ്യാർത്ഥികളും മുന്നിട്ടിറങ്ങണമെന്ന് കമ്മീഷണർ പറഞ്ഞു. ഓരോ കേസിലും നമ്മൾ സോഴ്സ് വളരെ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാറുണ്ട്. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസസിൽ അത് നിർബന്ധമാണ്. കാരണം കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ സോഴ്സ് നോക്കാറുണ്ട്. അതുകൂടാതെ നമ്മളിപ്പം ഓഫീസേഴ്സിന് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കേസ്, ഇപ്പം ചെറിയൊരു ഗാഞ്ച ബീഡിയായിട്ട് ഒരാളെ പിടിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അന്വേഷിച്ച് നമ്മൾ ലാർജർ ഇതിൻ്റെ കാരിയേഴ്സിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇതിൻ്റെ മെയിൻ സോഴ്സ് റൂട്ട് ഉൾപ്പെടെ നമ്മൾ ട്രേസ് ചെയ്ത് അതിൻ്റെ സോഴ്സിലോട്ട് എത്തണം. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സൈബർ ടീംസിനൊക്കെ ഉപയോഗിച്ച് കൂടുതൽ നമ്മൾ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതൽ ഡിറ്റക്ഷൻസ് ഉണ്ടാകും. കോഴിക്കോട് ജില്ലയിൽ സ്കൂൾ പ്ലാന്റ് അഗെയിൻസ്റ്റ് ഡ്രഗ് ക്യാമ്പയിനും തുടക്കമായി. പരിസ്ഥിതി ദിനത്തിൽ 175 സ്കൂളുകളിൽ മരം നട്ട് ബോധവൽക്കരണ പരിപാടിയിൽ കുട്ടികൾ പങ്കാളികളായി. കൈരളി ന്യൂസ്, കോഴിക്കോട്.